എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. ഓൺലൈനായി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുന്നതാണ്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ഈ വരുന്ന തിങ്കളാഴ്ച കന്തസഷ്ടിയാണ് എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാം. അപ്പോൾ കന്തസഷ്ടിക്ക് പല രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളും ഉണ്ട്. ഓരോ വഴിപാടും ഓരോരോ കാര്യത്തിന് വേണ്ടി നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നതാണ്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തുണ്ടാകുന്ന കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന നമ്മൾ നിത്യം ഗുളികളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ രോഗങ്ങൾ പെട്ടെന്ന് മാറാൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കന്തസഷ്ടി ദിവസം ഭഗവാന് 2 അഭിഷേകങ്ങൾ നടത്താം. 1 ശുദ്ധമായ പശുപാലും കൊണ്ട് അഭിഷേകം നടത്താം. 2 കന്തസഷ്ടി ദിവസം ഒരു വലിയൊരു ഭസ്മം മേടിച്ച് നമ്മുടെ തലയ്ക്കൊഴിഞ്ഞ് 6 പ്രദക്ഷിണം വെച്ച് ഭഗവാന്റെ നടയെ സമർപ്പിക്കുക. ഒന്നും കൂടെ ഞാൻ പറയുകയാണ്. അതായത് നമ്മൾ നിത്യവും ചിലവർക്ക് ചില ഭക്തജനങ്ങൾക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ആശുപത്രി പോകാതെ ഗുളിക കഴിക്കാതെ അസുഖങ്ങൾ എന്തായാലും മാറത്തില്ല. അപ്പം നമ്മുടെ വിശ്വാസം അനുസരിച്ച് കന്തസഷ്ടി ദിവസം അങ്ങനെയുള്ള ഭക്തജനങ്ങൾ നമ്മൾ ഗുളിക കഴിക്കുന്ന അനുസരിച്ച് നമ്മുടെ അസുഖങ്ങൾ പെട്ടെന്ന് മാറാനും അതായത് രോഗദുരിതങ്ങളും ജാതകത്തിലെ ദോഷങ്ങളും മാറാനും കന്തസഷ്ടി ദിവസം ഭഗവാന് പാല് അഭിഷേകം ചെയ്യാം. അതേപോലെ തന്നെ ഭസ്മ അഭിഷേകം, നമ്മളൊരു വലിയൊരു ഭസ്മം മേടിച്ചിട്ട് നമ്മുടെ തലയ്ക്കൊഴിഞ്ഞ് 6 പ്രദക്ഷിണം വെച്ച് ഭസ്മം നടയെ കൊണ്ടുവെക്കുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി നമുക്ക് ആരോഗ്യത്തിൽ നല്ല പുരോഗതികൾ ഉണ്ടാകാനാണ്. കന്തസഷ്ടി ഈ ദിവസം വെക്കുവാണെങ്കിൽ രോഗദുരിതങ്ങൾ മാറി നമ്മുടെ ശരീരം നല്ല ആരോഗ്യപരമായി ഇരിക്കും. അപ്പോൾ ഈ ഒരു ഭസ്മം ഭഗവാന്റെ നടയിൽ വിശ്വാസപൂർവ്വം 6 പ്രദക്ഷിണം വെച്ച് ഭസ്മവോ പാലോ പശുവും പാലോ കൊണ്ടുവെക്കുക. പശുവും പാലൊക്കെ കൊണ്ടുവെക്കുന്ന ഭക്തജനങ്ങൾ നമ്മൾ മദ്യം മേടിച്ച കുപ്പിയിലൊന്നും വെക്കരുത്. സാധാരണ നല്ല കുപ്പി ശുദ്ധമാക്കി പശുക്കളെടുത്ത് പറഞ്ഞാൽ മതി. കന്തസഷ്ടി ദിവസം ഭഗവാൻ അഭിഷേകത്തിന് ഒരു പാല് തരും. അപ്പോൾ അവർ എന്തായാലും തീർച്ചയായിട്ടും തരും. അന്ന് തന്നെ രാവിലെ ഈ പാലും ഭസ്മവും നടക്കി വെക്കുക. തിരുമേനിയോട് പറയുക അഭിഷേകത്തിനുള്ള പാലാണ്, ഭസ്മവും ചാർത്തണം എന്ന് തിരുമേനിയോട് പ്രത്യേകം പറയുമ്പം നമ്മുടെ ശരീരത്തിലെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കുറവുണ്ടാകും. നമ്മുടെ ജാതകദോഷങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. നമ്മൾ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് രോഗമുക്തരാകാനും പറ്റും. അപ്പോൾ കന്തസഷ്ടി ദിവസം ഭക്തജനങ്ങൾ ആരോഗ്യപരമായി ഇരിക്കാൻ അമ്മമാരുമൊക്കെ ഈ ഒരു കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പം രോഗദുരിതങ്ങൾ മാറാൻ വേണ്ടി ഭഗവാന് ഭസ്മാഭിഷേകം പാലഭിഷേകം നടത്തുക. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ജ്യോതിഷപരമായി നോക്കി ഓൺലൈൻ വഴി പറഞ്ഞു തരുന്നതാണ്.